ആന്തൂറിയം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള 2 ചെടികൾ ഞാൻ എങ്ങനെയാണത് കെയർ ചെയ്ത് വളർത്തുന്നത് എന്നുള്ളതാണ് ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഈ കാണുന്നത് എൻ്റെ കയ്യിലുള്ള 2 വെറൈറ്റി മാത്രമേ ഉള്ളൂ. അത് രണ്ടും തന്നെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ഈ കാണുന്നത് കണ്ടോ, ഇതിലൊരു പിങ്കിൽ ഒരു വൈറ്റ് സ്ട്രൈപ്സാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾ തന്നെയാണ്. ആ ഒരു തിരി പോലെ കാണുന്ന ഭാഗം മാത്രമാണ് ആന്തൂറിയത്തിൻ്റെ ഫ്ലവർ ആയിട്ടുള്ളത്. ഫ്ലവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോർഷൻ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു റെഡ് വെറൈറ്റിയാണിത്. ഇതിൽ നിറച്ച് പൂക്കളുണ്ടാവും. നമ്മുടെ നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി അല്ലാത്ത വെറൈറ്റികൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ല ഫ്ലവറുകൾ നല്ല നീളത്തിലൊരു സ്പൈക്കിൻ്റെ മുകളിൽ നിന്ന് ഫ്ലവർ ഉണ്ടാവുന്ന പോലെയാണ്. ഈ ഒരു വെറൈറ്റി ആകുമ്പോൾ ഇതിങ്ങനെ ബുഷിയായിട്ട് അങ്ങനെ നിൽക്കും. നമുക്ക് ഒരുപാട് സ്ഥലം വേണ്ട വളർത്താനായിട്ട്. നമുക്ക് നല്ല ഇതുപോലെ കണ്ട നല്ല ഫ്ലവർ, നല്ല അടിയിൽ നിന്നൊക്കെ തന്നെ ഇങ്ങനെ ഫ്ലവറുകൾ വരും. നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനിൽ നിർത്താൻ പറ്റും. ഈ ഒരു വെറൈറ്റിയുടെ ലീഫുകളൊക്കെ കുറച്ചധികം നീളമില്ലാത്തൊരു ഷേപ്പാണ്. മാത്രമല്ല അതിനൊരു പിങ്ക് ഷെയ്ഡ്, ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് ലീഫുകൾക്ക്. അത് ആ പ്ലാന്റിന് ഒന്നും കൂടെ ഒരു ഭംഗി കൊടുക്കുന്നുണ്ട്. ആ റെഡും ഗ്രീനും ബ്രൗണും കൂടെ ആകുമ്പോൾ മെച്ചുവർഡ് ലീഫാകുമ്പോൾ അത് ഗ്രീൻ ലീഫായിട്ട് വരും. അപ്പോൾ ആദ്യം ഉണ്ടായ ഫ്ലവറുകളൊക്കെ ഇങ്ങനെ ഒരു ഗ്രീൻ കളറായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒരു ആ പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു വേറെ വെറൈറ്റിയാണ്. അത് ഏത് വെറൈറ്റിയാണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. ഇതിൻ്റെ ലീഫുകൾക്കും വ്യത്യാസമുണ്ട്. ഫ്ലവർ ആണെങ്കിലും കുറച്ചും കൂടെ വലിയ ഫ്ലവറാണ്. എല്ലാ ലീഫും ഗ്രീൻ ലീഫ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഒരുപാട് കെയർ ഒന്നും വേണ്ട. കാരണം ആ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്ലവർ അങ്ങനെ നിന്നോളും. നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് ഫ്ലവറിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് എല്ലുപൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൂക്കളുണ്ടാവും. പിന്നെ നമുക്ക് ഇടയ്ക്ക് വല്ല 19 ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 18 ആണെങ്കിൽ അതിൻ്റെ ഗ്രാനുവൽസ് ജസ്റ്റ് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. DAP ഇട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് ചെറിയൊരു പോട്ടിലാണ് ഉണ്ടായിരുന്നത്. അതിന് ഞാൻ ഇതിലേക്ക് വലിയൊരു പോട്ടിലേക്ക് റീപോട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പോട്ടിങ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയാം. ഈ പ്ലാന്റ് നന്നായിട്ട് തണുപ്പ് ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ തണലിൽ വെച്ച് തന്നെ നമ്മൾ വളർത്തണം. വെയിലാണെങ്കിൽ അതിൽ ഫ്ലവറുകൾ വരില്ല. അതിൻ്റെ ലീഫുകളൊക്കെ അങ്ങനെ കരിഞ്ഞ പോലെ ആയിരിക്കും. ഇതിൻ്റെ ഫ്ലവറിനും അതുപോലെ ലീഫിനും ഒരേപോലെ ഭംഗിയുണ്ടല്ലോ. നമ്മൾ പ്ലാന്റ് ഫ്രഷായിട്ട് നിൽക്കണമെങ്കിൽ വെയിലടിക്കാൻ പാടില്ല, പക്ഷേ നമുക്ക് ഒരു ലൈറ്റ് വേണം. അങ്ങനെയുള്ളൊരു ഏരിയയിലാണ് നമ്മളിതിനെ വളർത്തിയെടുക്കേണ്ടത്. നോർമൽ വെറൈറ്റി ആണെങ്കിലും അങ്ങനെ തന്നെ നമ്മളത് തണലിൽ വലിച്ച് വളർത്തിയാൽ തന്നെ നമ്മൾ കാണാം, പല വീടുകളിലും കാണാറുണ്ടത്. എനിക്കത് വളർത്താനായിട്ടുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇവിടെ പോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോട്ടിങ് രീതി ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മണ്ണിട്ടിട്ട് നമ്മൾ പോട്ട് ചെയ്യാൻ പാടില്ല. മണ്ണിട്ട് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അങ്ങനെ പ്ലാന്റ് ഇങ്ങനെ നിൽക്കും, കേടൊന്നും വരില്ല. പക്ഷേ ഫ്ലവർ ഉണ്ടാവുകയും അങ്ങനെ ചിലപ്പോൾ ഒക്കെ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഇതുപോലെയുള്ള നമ്മുടെ മിനിയേച്ചർ വെറൈറ്റികളാകുമ്പോൾ. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കുറച്ച് ചകിരി കട്ട് ചെയ്തിട്ട് അതിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം റൗണ്ടിൽ ഇങ്ങനെ വെച്ചു. ഏറ്റവും അടിയിൽ ചകിരി അല്ലെങ്കിൽ നമ്മൾ ഓടിൻ്റെ പീസുകളൊക്കെ വെച്ചിട്ട് കുറച്ച് ചകിരി അതിന് മുകളിലിട്ടിട്ട് ചുറ്റും ഇങ്ങനെ ചകിരി ചുറ്റി വെച്ച് കൊടുത്തു. കട്ട് ചെയ്യാത്ത ചകിരി ഈ പ്ലാന്റിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനത് റീപോട്ട് ചെയ്യായതുകൊണ്ട് ആ പോട്ടിലുള്ള ചകിരിച്ചോറും കുറച്ച് ഇതുപോലെ തന്നെ ചകിരിയുടെ ചിപ്സൊക്കെ വെച്ചിട്ട് പോട്ട് ചെയ്തിരുന്നായിരുന്നു. അതുപോലെ അതിനെ നടിയിൽ ഇറക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ ചകിരി ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഞാനൊരു ഇത് പോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പോട്ട് ചെയ്ത് ഈസി ആയിട്ട് നമ്മുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാം. ഈ ആന്തൂറിയം പറ്റും.